ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പക്ഷെ അത് നടക്കും തോന്നുന്നില്ല. എന്തുകൊണ്ട് നടക്കില്ല? അത് നടക്കാൻ വേണ്ടിയല്ലേടി വന്ദന എന്ന മരുമകളെ ഞാൻ പുകച്ചു പുറത്തിയടിച്ചത്. ഓ, അതിലൊന്നും കാര്യമില്ല അപ്പച്ചി. അവൾ ഏത് നിമിഷം തിരിച്ചു വരും. എന്താ എന്താ പറ്റിയത്? എന്ത് പറ്റിയടാ? ഒന്നുമില്ല. എടാ കരുണാകര, എന്താ പറ്റിയത്? എന്താ കാര്യം? കാറ് ചെറുതായിട്ടൊന്ന് പാളി, ഒരു പാറ ചെന്നിടിച്ചു. എന്റെ ആറ്റുകാലമ്മേ. അല്ലേലും ആ ഡ്രൈവറിന് ഒരു ശ്രദ്ധയില്ല. അയാളെ പറഞ്ഞുവിടാൻ സമയായി. ഇത് അതൊന്നും കൊണ്ടല്ല. ആ വന്ദനയില്ലേ, ആ നശിച്ചവളുടെ പ്രാക്ക് ദോഷം തന്നെയാവും. അതൊരിക്കലും ആവൂല. അയ്യോ, നിനക്ക് നിശ്ചയമുണ്ടോ? ഇല്ല. എന്നാ പിന്നെ മിണ്ടരുത്. ആ ജാതക ചേർച്ച പോലും ഇല്ലാതെയല്ലേ ജഗൻ അവളുടെ കരുത്തിൽ താലി കെട്ടിയത്. താലി കുട്ടിക്കളിയല്ല, ചേരേണ്ടവർ തമ്മിലേ ചേരാൻ പാടുള്ളൂ. പിന്നെ വാടക വീട്ടിലാണെങ്കിലും അവള് കഴിയുന്നതേ ജഗന്റെ ഭാര്യയായിട്ടാ. അതിന്റെ ദോഷമായി കാണുന്നതൊക്കെ ചോരദോഷം. ചോരദോഷോ? അതെന്ത് ദോഷം? ആ ദോഷം മാറണമെങ്കിൽ എത്രയും പെട്ടെന്ന് ജഗനും വന്ദനയും തമ്മിലുള്ള വിവാഹബന്ധം വേർപെടുത്തിയിരിക്കണം. ഇല്ലെങ്കിൽ ആ ജാതകദോഷക്കാരിക്ക് വേണ്ടി കാലൻ കളത്തിലിറങ്ങും. ഇപ്പൊ നിന്റെ മനസ്സിന്റെ നന്മ കൊണ്ട് ഇത്രയൊക്കെ സംഭവിച്ചുള്ളൂ. ഈ കുടുംബത്തിലെ ആരുടെയെങ്കിലെയൊക്കെ ജീവൻ എടുത്തിരിക്കും കാലൻ. അത്ര ജാതകദോഷമുള്ളവളാ അവള്. മതി. ജോലിസിനെ പണം കൊടുത്തു വരുത്തി ഇവിടെ കാണിച്ചു കൂട്ടിയതൊന്നും ആരും മറന്നിട്ടൊന്നുമില്ല. അതുപോലെ ആയിരിക്കും ഇതും. സുമലതേ, അമ്മ എന്തൊക്കെയായി പറയുന്നേ? അച്ഛൻ ആപത്ത് വരാൻ വേണ്ടി സ്വന്തം കൂടപ്പുറപ്പ് എന്നെ മോശമായി പോയി. ഒരു മോശം എനിക്ക് തോന്നുന്നില്ല. വിവരമുള്ളവർ സംസാരിക്കുമ്പം വിവരമില്ലാത്ത നീ ഇടയ്ക്കേറി സംസാരിക്കരുത്. സുമലത പറയട്ടെ, 10 മാസം ചുമന്നു പറ്റ മോന്റെ ജീവിതം ഒരു ജാതദോഷക്കാരി വന്ന് തച്ചുടച്ച സങ്കടം കാണാതിരിക്കുവോ? എടാ കരുണാകരൻ, നീ ഒരു കാര്യം ഓർത്തോ. നിനക്ക് ശേഷം ഈ നാട് ഭരിക്കേണ്ടവനാ നിന്റെ മോൻ ജഗൻ. അവനെ നരകത്തിലോട്ട് വലിച്ചിട്ട് ആ എറണം കെട്ടവളോടാ സുമലതയ്ക്ക് ഇപ്പോഴും കൂറ്. ആദ്യം തല്ലി ഇറക്കേണ്ടത് ഇവളെയാ. എന്റെ അമ്മയെ തല്ലി ഇറക്കാന്നൊന്നും ആരും വ്യാമോഹിക്കണ്ട. ജിതേന്ദ്ര, അപ്പച്ചി ഒന്ന് നിർത്തുന്നുണ്ടോ? ഒരുമാതിരി പനവരെ പട്ടിപ്പെടുത്തുവാനെ എല്ലാം കൂടി. ഒരല്പ സമാധാനം കിട്ടുമെന്ന് കരുതിയാ ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോഴാ ഞാൻ ആരോടും ഒരു തർക്കത്തിനൊന്നുമില്ല. ഇവിടെ വന്ന ആ സ്വാമിജി പറഞ്ഞതേ മറക്കാതിരുന്ന മാത്രം മതി. ഈ വീട്ടിൽ ഒരിക്കലും വന്ദനയുടെ കണ്ണുനീര് വീഴാൻ അനുവദിക്കരുതെന്ന്. എന്റെ മോന്റെ ഒപ്പം പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്ന വന്ദന ആരെ ശപിക്കുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ അവൾ അറിയാതെ ഒരു തുള്ളി കണ്ണുനീരെങ്കിലും ഇവിടെ വീണിട്ടുണ്ടാവും. അതിന്റെ ഫലങ്ങളൊക്കെ തന്നെയാ കണ്ടു തുടങ്ങിയിരിക്കുന്നത്. അമ്മ പറഞ്ഞിട്ട് പോയതാ ശരി. ഇനി അമ്മയുടെ കണ്ണീരും കൂടെ ഇവിടെ വീടാൻ നോക്കണം. അതിന്റെ ശവം അപ്പച്ചിക്കായിരിക്കും. അച്ഛാ, ഞാൻ ചായ എടുക്കട്ടെ? വേഗം പോയി എടുത്തുണ്ടോ. വരുമ്പോ അതിനകത്ത് കുറച്ച് വിഷം കൂടി കലക്കിട്ട് കൊണ്ടുപോവാ. എന്നിട്ട് അത് നിന്റെ അപ്പച്ചി കൊണ്ട് കൊടുക്കാം. സ്വസ്ഥമായിട്ട് ഒരിടത്ത് ഇരിക്കാനും സമ്മതിക്കില്ല നാശങ്ങള്. ജിതേന്ദ്ര, ഇനി മിണ്ടിയ അടിച്ച് നിന്റെ കൊരണം പൊളിക്കും. അത് വാങ്ങാൻ
ഞാനിവിടെ ഉണ്ടാവില്ല. ഞാൻ എന്റെ റൂമിൽ പോണു. എന്റെ അടുത്താണ് കളി. അപ്പച്ചി, കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാനാ ഞാൻ അപ്പച്ചിക്കൊപ്പം നിൽക്കുന്നേ. അപ്പച്ചി ശരിക്കും കലക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് പറ്റിയ മീനൊന്നും ഒത്തു വരുന്നില്ല. വളച്ചു കെട്ടാതെ നേരെ കാര്യം പറഞ്ഞു തൊലക്കടി. ഒരു മീനും കലക്കവെള്ളവും. ഈ കുടുംബത്തിന്റെ താക്കോൽ സൂക്ഷിപ്പും മരുമകൾ സ്ഥാനവും എനിക്ക് കിട്ടണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ അത് നടക്കും തോന്നുന്നില്ല. എന്തുകൊണ്ട് നടക്കില്ല? അത് നടക്കാൻ വേണ്ടിയല്ലേടി വന്ദന എന്ന മരുമോളെ ഞാൻ പുകച്ചു പുറത്തിയടിച്ചത്. ഓ, അതിലൊന്നും കാര്യമില്ല അപ്പച്ചി. അവൾ ഏതു നിമിഷം തിരിച്ചു വരും. സുമലത അമ്മയുടെ കണ്ണീര് അച്ഛനൊരു വീക്ക്നെസ്സാ. അമ്മ വന്ദനയ്ക്ക് വേണ്ടി കരഞ്ഞു വിളിച്ച് വാദിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത് അപ്പച്ചിയൊന്ന് മനസ്സിലാക്കിയാ നല്ലത്. കൊട്ടാ